മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലക്ഷ്മി മോളെ പ്രതാപൻ അപായപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ള സങ്കടത്തിൽ നിയന്ത്രണം വിട്ട് കരയാണ് മോഹിനി. ഇതിനു മുൻപ് പലപ്പോഴും മോളുടെ ജീവൻ എടുക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ മോള് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇത്തവണയും എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് തിരികെ എത്തണേ എന്നെല്ലാം മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. ഇതേ സമയം മഹിക്കും അമ്മയെ കുറിച്ചുള്ള സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. മഹി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നമുക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ, അമ്മയെ ചെന്ന് കാണാം, അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ ലേഖ, നിനക്ക് അമ്മയെ കുറിച്ച് അറിയില്ല. അമ്മ ഇപ്പൊ തന്നെ പലതവണ എന്നെ വിളിച്ചു കാണും. എന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശ്വാസം നിലച്ചതുപോലെ ആയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും മഹി, അമ്മയെ ഇപ്പൊ തന്നെ വിളിച്ച് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിയിക്കുക. നീ ഇവിടെ ഉണ്ടെന്ന് അവിടെ ആരും അറിയരുതെന്ന് പറയണം. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ആശ്വാസമാകുമല്ലോ എന്നെല്ലാം ലേഖ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അമ്മയെ വിളിക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ മഹി അമ്മയെ വിളിക്കുന്നുണ്ട്. മഹിയുടെ അമ്മ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ മോൾക്ക് എന്ത് സംഭവിച്ചത്, മോളെ അമ്മ പലതവണ വിളിച്ചു എന്നെല്ലാം പറയുമ്പോൾ എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ പറയാമേ, തൽക്കാലം ഞാൻ അമ്മയെ വിളിച്ചു എന്നുള്ള കാര്യം അവിടെ ആരും അറിയരുത്. 2-3 ദിവസം കൂടി എനിക്ക് ആരുടെയും കണ്ണിൽ പെടാതെ മറഞ്ഞിരുന്നേ പറ്റൂ. കരുണയുടെ അച്ഛനും മേഘനും കൂടി എന്നെ കൊല്ലാൻ ആളെ വിട്ടു. പക്ഷെ ദൈവത്തെ പോലെ ഒരാൾ വന്ന് എന്നെ രക്ഷിച്ചു. ഞാനിപ്പോൾ ലേഖയുടെ വീട്ടിൽ സുരക്ഷിതയായിട്ടുണ്ട് എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ പതിവില്ലാതെ ഇവിടെ 3 പേരുടെയും മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ തന്നെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും എന്നുള്ള കാര്യം ഞാൻ ഊഹിച്ചു. എന്റെ ആ തോന്നൽ ശരിയായിരുന്നു. പിന്നെ അയാളെ തിരക്കി ഇവിടെ പോലീസ് വന്നപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞതെന്നെല്ലാം മോഹിനി പറയുമ്പോൾ, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നമ്മൾ പൂജിക്കുന്ന ദൈവങ്ങൾ നമ്മളെ ഒരിക്കലും കൈവിടില്ല. അമ്മ സമാധാനമായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി മോഹിനിയോടായിട്ട്. അങ്ങനെ മഹാലക്ഷ്മിയിൽ നിന്നും സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന മോഹിനിക്കാണെങ്കിൽ പ്രതാപനെ കൊന്നുകളയാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. എന്റെ മോളെ അയാൾ കൊല്ലാൻ നോക്കി, പക്ഷെ ദൈവങ്ങളുടെ കൃപ കൊണ്ട് എന്റെ മോള് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നിട്ട് അയാൾക്ക് മോളെ കാണാതായതിന് പിന്നിൽ ഒരു പങ്കുമില്ല എന്നോട് പച്ചക്കള്ളം പറഞ്ഞു. ദുഷ്ടൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏക തെറ്റാണ് അയാളെ പോലെ ഒരാളെ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിതപിക്കുകയാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത്. പിന്നീട് മാർക്കോ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, സാഗറെ, നീ നിന്റെ ഇഷ്ടം മഞ്ജുവിനോട് ഇപ്പൊ തുറന്നു പറയണം. മഞ്ജുവിൽ നിന്നും പെട്ടെന്നൊരു മറുപടിയൊന്നും നീ പ്രതീക്ഷിക്കേണ്ട. എങ്കിലും അധികം വൈകാതെ അവള് നിന്റെ മുന്നിൽ പച്ചക്കുടി കാണിക്കും. മഹാലക്ഷ്മിയോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത മേഘനെ ഇതിലും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ കഴിയില്ല. സ്വന്തം പെണ്ണ് മറ്റൊരുത്തനോടൊപ്പം പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാണിനും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവന്റെ ശരീരത്തേക്കാൾ വേദനിക്കേണ്ടത് മനസ്സാണ് തളർത്തിയിടേണ്ടത്. അതിന് നീ മഞ്ജുവിനെയും കൊണ്ട് പോയേ പറ്റൂ. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോ പറഞ്ഞതനുസരിച്ച് സാഗര മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ മനസ്സിലുള്ള ഇഷ്ടം മഞ്ജുവിനെ മുന്നിൽ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗറിന്റെ ആ മനസ്സിലെ ഇഷ്ടം തിരിച്ചറിയുന്ന മഞ്ജു ആണെങ്കിൽ ആലോചിക്കുന്നുണ്ട്, മേഘനേക്കാളും എന്തുകൊണ്ടും നല്ലവനാണ് സാഗർ. ഏട്ടത്തിയോട് അയാൾ ചെയ്ത എല്ലാ വൃത്തികേടുകളും അയാളുടെ മാത്രം തെറ്റല്ല, മേഘം പറഞ്ഞിട്ടാണ് സാഗർ എല്ലാം ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് സാഗറിന്റെ ഇഷ്ടം കണ്ടില്ല എന്ന് നടിക്കണം? പിന്നെ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച മേഘന് സാഗറിലൂടെ തന്നെ നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്ന് മഞ്ജു തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറിയിൽ മഞ്ജുവിന് വേണ്ടി കാത്തിരിക്കുന്ന മേഘനെ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ് കേട്ടോ മഞ്ജു കൊടുക്കുന്നത്. മഞ്ജുവിന്റെ മനസ്സിൽ ഇത്രത്തോളം പ്രതികാരം ഉണ്ടായിരുന്നു, മഞ്ജു എല്ലാം അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ആ നിമിഷമാണ് മേഘൻ തിരിച്ചറിയുന്നത്. അങ്ങനെ മഞ്ജുവിലൂടെ മേഘനോടുള്ള തന്റെ പ്രതികാരം സാഗറും പൂർത്തിയാക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു സാഗറിനെ വെച്ചും സാഗർ മഞ്ജുവിനെ വെച്ചും മാർക്കോ സാഗറിനെയും മഞ്ജുവിനെയും ഉപയോഗിച്ചും മേഘനെതിരെ പകരം വീട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നടിയുന്നുണ്ട് കേട്ടോ മേഘൻ. മഞ്ജുവിനും സാഗറിനും ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ സഹായങ്ങളും മാർക്കോ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാർക്കോയുടെ ആ തിരിച്ചടിയിൽപ്പെട്ട് ഓർക്കാപ്പുറത്തുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആ തിരിച്ചടിയിൽപ്പെട്ട് മേഘനും പ്രതാപനും വശം കെടുന്നുണ്ട് കേട്ടോ. ഒടുവിലാണ് അവർ തിരിച്ചറിയുന്നത് അന്ന് ഗുണ്ടകള് കൊന്നു കത്തിച്ചത് മഹാലക്ഷ്മിയെ അല്ല, മോർച്ചറിയിൽ നിന്നും എടുത്ത വെറും ഒരു ഡെഡ് ബോഡി മാത്രമാണെന്ന്. അത് മാത്രമല്ല, ആ ഗുണ്ടകളെല്ലാം മാർക്കോയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള സത്യവും അവസാനം അവർ തിരിച്ചറിയുന്നുണ്ട്. ശേഷം ഒരു 2ാം ജന്മം പോലെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരം തറവാട്ടില് തിരികെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കമലേശ്വരത്ത് തിരികെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ട്, എടാ ഇവള് നിന്നെ വഞ്ചിച്ച് കണ്ണിൽ കണ്ടവരുടെ കൂടെ പോയി താമസിച്ച് തിരികെ വന്നിരിക്കുകയാണ്, ഇവളെ നീ ഇനിയും വിശ്വസിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ എല്ലാവരെയും ഞാൻ വ്യക്തമായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇയാളെയാണ് കൊന്ന് കത്തിച്ചത് എന്ന് കരുതി ചിതകൂട്ടിയപ്പോൾ പ്രതാപന്റെയും മേഘന്റെയും മുഖത്തുള്ള സന്തോഷം ഞാൻ നേരിൽ കണ്ടതാണ്. മാർക്കോ അവരെ രണ്ടുപേരുടെയും ജീവൻ എടുക്കാൻ ഒരുങ്ങിയതാണ്. പിന്നെ അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കരുതി വേണ്ട എന്ന് വെച്ചു. നിങ്ങൾ എല്ലാവരും സ്വത്തിനു വേണ്ടിയല്ലേ എന്നെയും ഇയാളെയും തമ്മിൽ വേർപിരിക്കാൻ നോക്കിയത്? അല്ലെങ്കിൽ തന്നെ ഈ സ്വത്ത്
സ്വത്തിനോടൊന്നും ആർത്തിയില്ലാത്ത കൂട്ടത്തിലാണ് മഹി. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാൽ നിങ്ങളെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തീരുമാനം പറയാം. എന്റെ സകല സ്വത്തുക്കളും ഈ കമലേശ്വരം തറവാട് ഉൾപ്പെടെ എല്ലാം ഞാൻ ഇയാളുടെ പേരിൽ എഴുതി വെച്ചു കഴിഞ്ഞു. ഇനി ഒരു കാലണ പോലും ആർക്കും കിട്ടുമെന്ന് കരുതണ്ട. അമ്മയല്ലേ സഹോദരങ്ങളെ അല്ലേ എന്ന് കരുതി നിങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തിൽ നിന്നും ഒരു കാലണയുടെ പൈസ പോലും ആർക്കും കിട്ടില്ല. എല്ലാം എന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള കണ്ണന്റെ തീരുമാനം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും.